എന്താടാ കഥകു തുറക്കാൻ ഇത്ര താമസം? എന്താ രണ്ടുപേരും കൂടി ഇതിനകത്ത് പരിപാടി? ഷൂട്ടിങ്ങോ അതോ കാമകേളിയോ? അല്ല, അതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. പ്രേമം, ടൂറ്, പിന്നെ മുറിയെടുപ്പ്, കാമുകന്റെ മുമ്പിൽ തുണിയഴിച്ച് കാട്ടുക, അത് മൊബൈലിൽ പകർത്തുക, പിന്നെ നാട്ടിലെ ഞരമ്പ് രോഗികൾക്ക് അത് ഹരം പിടിപ്പിക്കുക. എത്ര നാളായി തുടങ്ങിയിട്ട്? പറയടേ, ഈ ബിസിനസ് തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന്? ആട്ടെ, എത്രയാ നിന്റെ റേറ്റ്? സാർ, ഞങ്ങൾ അത്തരക്കാരല്ല സാർ. ഞങ്ങൾ വിവാഹം കഴിക്കാൻ പരസ്പരം തീരുമാനിച്ചിരിക്കുക. ഓഹോ, അങ്ങനെയാണോ? ആദ്യം ഞാൻ അറിഞ്ഞില്ലടാ മോനെ. വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടല്ലേ ഉള്ളൂ, വിവാഹം ആയിട്ടില്ലല്ലോ. ഓ, ആണെങ്കിൽ പറയേ, അതിന്റെ രേഖകൾ കാണിക്കേ. അതുമല്ലെങ്കിൽ ഇവളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് തന്തയും തള്ളയും വിളിപ്പിക്കാം. അവര് പറയട്ടെ. എന്താ, സമ്മതമാണോ? എങ്കിൽ നമ്പർ പറയേ, ഞാൻ ഫോൺ ചെയ്യാം. അയ്യോ, അതൊന്നും വേണ്ട. വീട്ടുകാരറിഞ്ഞ. അത് ശരി, വീട്ടുകാരറിയാതുള്ള കല്യാണം. ആട്ടെ, നീ ഇപ്പൊ എത്ര പേരെ കല്യാണം കഴിച്ചിട്ടുണ്ടേ? സാർ, ഞങ്ങളോട് ക്ഷമിക്കണം. പെമ്പിള്ളേരെ വലവീശി പിടിച്ച് ഹോട്ടലിൽ മുറിയെടുക്കുന്ന ആണോടാ നിന്റെ അബദ്ധം? രണ്ടിനും പിടിച്ച് ജീപ്പി കയറ്റ്. ഇവളുടെ പിന്നിലുള്ള റാക്കറ്റുകൾ നമുക്ക് ഉടൻ പൊക്കണം. പത്രക്കാരെ വിളിച്ചു വരുത്തി 2 ഫോട്ടോയും എടുത്ത് നാളത്തെ പത്രത്തിൽ കൊടുത്തേക്ക്. സാർ, ഞങ്ങൾ കൊണ്ടുവരും സാർ. നടക്കണം അങ്ങോട്ട്. രണ്ടിനും ലോക്കപ്പിലായിട്ട് ശരിക്കൊന്ന് പെരുമാറ്. നീ ഗായത്രിയല്ലേ? രേണുകയുടെ അനുജത്തി. എന്താ സാർ പ്രശ്നം? ഈ കുട്ടിയെ ഞാൻ അറിയുന്നതാ. മറ്റൊന്നുമില്ല, അനാശാസ്യമെന്ന് ഒറ്റവാക്കിൽ പറയാം. ഈ കുട്ടിയെ ഇപ്പൊ കൊണ്ടുപോകരുത്. അവൾക്ക് മാപ്പ് കൊടുക്കണം. മാപ്പും കോപ്പും ഒക്കെ അങ്ങ് കോടതിയിൽ ചെന്നിട്ട്. ഉറപ്പാണോ? 1 മിനിറ്റ്. സർ, എന്റെ 2 കുട്ടികളെ ഇവിടുത്തെ എസ് ഐ തടഞ്ഞു വെച്ചിരിക്കുക. എത്ര പറഞ്ഞിട്ടും അയാൾ കേൾക്കുന്നില്ല. അവർക്ക് ഒരു ചെറിയ കൈപ്പിഴ പറ്റിയതാ. താങ്ക് യു സർ. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പ്ലീസ്. ഹലോ സർ. എന്താടോ പ്രശ്നം? ആ ഭാമിനി എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് സർ. എന്തു തന്നെ ആയാലും താനിപ്പോൾ അവര് പറയുന്നത് കേൾക്കണം. ഓക്കെ സർ? സോറി സർ. പിന്നെ മാഡം എന്നോട് ക്ഷമിക്കണം. ഞാൻ മോശമായി പെരുമാറിയെങ്കിൽ. അതിനെന്താ, നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഡ്യൂട്ടി നോക്കി. ശരി, നിങ്ങൾ പോയിക്കോളൂ. ഓ, അവരെ വിട്ടേക്കൂ. ഇനി പറയൂ, എന്താ ഉണ്ടായത്? അത് ഞങ്ങൾ തമ്മിൽ സ്നേഹത്തില. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇവിടേക്ക് വരണ്ടാന്ന്. പക്ഷേ അത് ശരി, പ്രേമോ സ്നേഹമൊക്കെ നടിച്ച് പെൺകുട്ടികളെ വലവീശി പിടിച്ച് ഹോട്ടൽ മുറിയിൽ റൂം എടുത്ത് അവളുടെ ജീവിതം നശിപ്പിക്കുന്ന പുതിയ തലമുറയുടെ സന്തതിയാണ് നീ, അല്ലേ? അല്ല, ശരിക്കും ഞങ്ങൾ സ്നേഹത്തില. ആത്മാർത്ഥമായൊരു സ്നേഹം നിനക്കുണ്ടായിരുന്നെങ്കിൽ
ഇത്തരമൊരു നാരിയ പ്രവൃത്തി നീ ചെയ്യുമായിരുന്നോ? പറയടാ. വെറും മാംസബന്ധമായ ആകർഷണമല്ല സ്നേഹം, അത് ഹൃദയത്തിൽ നിന്നുണ്ടാവണം. അത് നിനക്കും നിന്നെ പോലുള്ള അമേരിക്കൻ സംസ്കാരത്തിനും പറഞ്ഞിട്ടില്ല. പെണ്ണിന്റെ ജീവിതം പിച്ചി ചീന്താൻ ശ്രമിക്കുന്ന വെറും ഒരു പുരുഷനായിപ്പോയി നീ. മാഡം, അങ്ങനെ പറയരുത്. എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്. എന്നെ വിവാഹം ചെയ്ത് അമേരിക്കയിലേക്ക് പോകാൻ അമലിന്റെ തീരുമാനം. ഇവന്റെ വീൺവാക്കുകളിൽ നീ വീണുപോയി. കണ്ടാ കൊള്ളാവുന്ന ആൺപിള്ളേര് ചിരിച്ചു കാണിച്ചാൽ ആ ചിരിയിലൂടെ സമ്പത്തും സുഖവും മോഹിച്ച് അവനെ വലവീശി പിടിക്കുന്നതല്ലടി സ്നേഹം. പിന്നീട് കുത്തിയിരുന്ന് കരയത്തേ ഉള്ളൂ നീയൊക്കെ. പുതിയ തലമുറയുടെ സ്നേഹം വെറും ഹോട്ടൽ മുറികളിൽ ഒതുങ്ങുന്നതേ ഉള്ളൂ. നീയും നിന്നെ പോലുള്ളവളുമാരും അത് മനസ്സിലാക്കണം. ജീവിതം എന്താണെന്ന് പഠിക്കണമെടി. ഞാൻ ആഗ്രഹിച്ചു പോയത് തെറ്റാണോ? മറ്റുള്ളവരെക്കാൾ നന്നായി ജീവിക്കണമെന്ന് മോഹിച്ചു പോയത് എന്റെ തെറ്റാണോ? ഒന്നും തെറ്റല്ല, ഒന്നും. വാ. ഗായത്രിക്ക് എന്നെ അറിയാമോ? അറിയാം. നീ എന്നോടൊപ്പം നിൽക്കാമെങ്കിൽ നീയും അമലും തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തും. സത്യമാണോ? അതെ. തന്നെയുമല്ല, എത്രയും വേഗം നിങ്ങളുടെ വിവാഹം നടത്തി അമേരിക്കയിൽ ഞാൻ നിങ്ങളെ സെറ്റിൽ ചെയ്യിക്കും. സമ്മതമാണെങ്കിൽ ഗായത്രിക്ക് ഇനിയും സ്വപ്നങ്ങൾ കാണാം, യാഥാർത്ഥ്യമാകുന്ന സ്വപ്നങ്ങൾ. ഇന്നിവിടെ നടന്ന സംഭവങ്ങൾ നമ്മൾ 3 പേരല്ലാതെ ആരും അറിയില്ല. എന്താ? അത് എനിക്കറിയാം ഗായത്രിയുടെ പ്രശ്നങ്ങൾ. എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ പരിഹാരം കാണുകയും ചെയ്യും. നിന്റെ ചേച്ചിയേക്കാൾ ഉന്നത നിലയിൽ നീ ജീവിക്കും. സമ്മതമാണെങ്കിൽ ഇപ്പൊ പറയാം. പോലീസ് പോയിട്ടുമില്ല. മാഡം, മാഡം ഞങ്ങളുടെ മാനം രക്ഷിച്ചു. ദയവായി ഇത് പുറം ലോകം അറിയരുത്. ഗായത്രി, ഞാൻ തന്നെ ഒരിക്കലും ചതിക്കില്ല. നമുക്ക് ഇവർ പറയുന്ന കേൾക്കാം. സമ്മതം. എനിക്ക് സമ്മതം. എനിക്ക് ജീവിക്കണം. എന്റെ അമലിനോടൊപ്പം എനിക്ക് അമേരിക്കയിലേക്ക് പോണം. എന്നെ ചവിട്ടി തേക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ എനിക്ക് ജീവിച്ച് കാണിക്കണം. അവരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പണം. ഗുഡ്. ഇനി നീ ഭാമിനിക്ക് സ്വന്തം. ഭാമിനിക്ക് മാത്രം. മോനെ, എന്നാലും വീടൊരു ആശുപത്രി പോലെ ആക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഭാരിച്ച ചെലവും, പിന്നെ അത് മോനൊരു ബുദ്ധിമുട്ടുമല്ലേ? എന്ത് ബുദ്ധിമുട്ട്? അഥവാ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അതെനിക്ക് വേണ്ടിയല്ലേ. അനിരുദ്ധന്റെ ജീവിതത്തിൽ ഒരു അർത്ഥം വരുന്നു. എത്ര കോടികൾ വേണമെങ്കിലും ഞാൻ ഒഴുക്കും എന്റെ രേണുവിനും കുഞ്ഞിനും വേണ്ടി. അതൊന്നും അനിരുദ്ധന്റെ ജീവിതത്തിലെ നഷ്ടക്കണക്കുകളല്ല. അല്ല, ഡോക്ടറുടെ സൗകര്യം? എന്റെ ഫാമിലി സുഹൃത്തായ ഡോക്ടർ റീത്ത വർഗീസ് ഈ സിറ്റിയിലെ നമ്പർ 1 ഗൈനക്കോളജിസ്റ്റാണ്. അവരായിരിക്കും രേണുവിനെ നോക്കുന്നത്. ഞാനൊരു വാക്കു പറഞ്ഞാൽ ഈ ലോകത്തെവിടെയാണെങ്കിലും അവരിവിടെ പറന്നെത്തും. ജീവിതത്തിൽ കാണാത്ത കാഴ്ചകളാ ഞാൻ കാണുന്നത്. ഇതൊക്കെ കാണുവാൻ വേണ്ടി ദൈവതമ്പുരാൻ ഇടവരുത്തിയല്ലോ. എന്നാലും മനസ്സിനൊരു സുഖമില്ല. ചുറ്റും ശത്രുക്കളാ. ഏത് ശത്രുക്കൾ? അഥവാ ശത്രുക്കൾ ഉണ്ടെങ്കിലും വീടിന് പുറത്ത് മുഴുവൻ സമയം പോലീസ് കാവലുണ്ട്. യാതൊരു കാരണവശാലും രേണു പുറത്തു പോകാൻ പാടില്ല. ഇപ്പൊ അതിന്റെ കാര്യമില്ലല്ലോ. അല്ല, ഇവൾക്ക് സദാസമയവും TV കാണലാണോ പണി? ഓ, അവക്ക് തോന്നിയതുപോലെ അവള് നടക്കട്ടെ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? TV മാത്രം കണ്ടാ പോരാ, വല്ലതും പഠിക്കുകയും കൂടെ വേണം.
ഇവളെ എനിക്ക് ഇഷ്ടമാകുന്നത് ഇവളുടെ ഈ തൻ്റെ ഇടം. ഇന്നത്തെ സ്ത്രീകൾ ഇങ്ങനെ തന്നെ വേണം. ഇതിച്ചിരി കൂടി പോകുന്നുണ്ടോന്നാ എന്റെ സംശയം. ഏയ് ഒന്നുമില്ല, അവള് കുട്ടിയല്ലേ. അങ്ങനെയൊന്ന് പറഞ്ഞു കൊടുക്കേട്ടാ. സൈബർ യുഗമാ ഇത്. ഈ യുഗത്തിന്റെ സന്താനമാ ഞാൻ. അതിലാരും വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് ഇന്നത്തെ പെൺകുട്ടികൾ. അല്ലാതെ അടുക്കളയിൽ ഒതുങ്ങുന്ന രേണുവിന്റെ രീതിയല്ല വേണ്ടത്. സത്യത്തിൽ എനിക്ക് ജോഡി എവളായിരുന്നു. പക്ഷേ എന്റെ ഭാഗ്യം രേണുവാ. ഞാൻ ആഗ്രഹിക്കുന്നതും അനിയേട്ടനെ പോലെയുള്ള കരുത്തനായ സമ്പന്നനായ ഒരു പുരുഷത്വത്തെയാണ്. അതിനെന്താ, നിനക്ക് അതുപോലൊരാളെ ഞാൻ കണ്ടുപിടിച്ചു തരാം. പോരെ? ഓക്കെ. എന്റെ മോള് ഇപ്പൊ അതൊന്നും ഓർത്ത് വേവലാതിപ്പെടണ്ട. പഠിത്തത്തിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാ മതി. പൊടിയാത്ത് മൊട്ടേന്ന് വിരിഞ്ഞില്ല അസത്ത്. ഏയ്, അവള് വെറുതെ തമാശ പറഞ്ഞല്ലേ. തമാശയോ? ഇവക്ക് ഈയിടെയായിട്ട് ഇച്ചിരി ഇളക്കം കൂടുതലാ. കേറി പൊടിയാത്ത്. ഹലോ, ഗായത്രി, എന്തൊക്കെയാ വിശേഷങ്ങൾ? ഗായത്രി, എന്താ ഒന്നും സംസാരിക്കാത്ത? ഹലോ ഗായത്രി. ഹലോ ഗായത്രി, പറയൂ ഗായത്രി, എന്തു പറ്റി? അത് രേണു ചേച്ചി അനിച്ചേട്ടന്റെ വീട്ടില. തന്നെയും അല്ല, ഗർഭിണിയാണെന്ന് ഉറപ്പായി. എന്നിട്ട് പറയൂ ഗായത്രി, എന്താ അവരുടെ പ്ലാൻ? അനിച്ചേട്ടന്റെ വീട്ടിൽ തന്നെയാ പ്രസവത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്യുന്നത്. വീട്
തൽക്കാലം ഒരു ഹോസ്പിറ്റലാക്കി മാറ്റാനാ അനുചേട്ടന്റെ പ്ലാൻ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? ഡോക്ടർ റീത്ത വർഗീസിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഡോക്ടർ റീത്ത വർഗീസ്. ശരി മോളെ, ഗായത്രി കുട്ടിക്ക് ഈ സഹായങ്ങൾക്ക് പകരം ഞാൻ എന്തും തരും, എന്തും. ഓക്കെ. അനിരുദ്ധ, കൂടുതൽ കൂടുതൽ നീ ചാടിക്കളിക്കുമ്പോഴും നീ ഓർക്കുന്നില്ല കുഞ്ഞിരാമ, നിന്റെ അരയ്ക്ക് ഒരു ചങ്ങലപ്പൂട്ടുണ്ടെന്ന്. ഈ ഭാമിനിയുടെ ചങ്ങലപ്പൂട്ട്.